നമസ്കാരം. BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പാളിനും അധ്യാപകർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ABVP നഴ്സിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തി. കോളേജ് കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് രണ്ട് നേതാക്കളെ പ്രിൻസിപ്പളുമായി ചർച്ചയ്ക്ക് അനുവദിച്ചു. അമ്മുവും മറ്റ് 3 വിദ്യാർത്ഥിനികളുമായുള്ള പ്രശ്നം പരിഹരിച്ചതാണെന്ന് പ്രിൻസിപ്പൽ അബ്ദുൾ സലാം പറഞ്ഞു. ഒക്ടോബർ 27 ഞായറാഴ്ചയാണ് അമ്മുവിന്റെ പിതാവ് സജീവിന്റെ പരാതി ലഭിക്കുന്നത്. 28 രാവിലെ 9:30 തന്നെ 4 പേരും വിളിച്ചു വരുത്തി. ഒരു പ്രശ്നവുമില്ലെന്ന് എഴുതി നൽകിയാണ് അവർ മടങ്ങിയത്. ഇതിലൊരു കുട്ടിയുടെ നോട്ട്ബുക്ക് കാണാനില്ലെന്ന് കഴിഞ്ഞ 7 പരാതി വന്നിരുന്നു. അതിനുശേഷമാണ് ടൂർ സംബന്ധിച്ച തർക്കമുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പളുമായി സംസാരിക്കുന്നതിനിടെ നേതാക്കൾ കയ്യിൽ കരുതിയിരുന്ന ABVPയുടെ കൊടി പൊക്കിക്കാട്ടി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനകത്തുള്ള ഞങ്ങളുടെ ദുഃഖത്തിലാരും ഇവരുടെ പേരിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ഇങ്ങനെ അലിഗേഷൻ വിഷയത്തിൽ ഉണ്ടായിരുന്നു. സാർ വളരെ കൃത്യമായിട്ട് അത് ബ്രീഫ് ചെയ്യാൻ സാറുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞത് തന്നെ ഒരു കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു കാര്യത്തിൽ സാർ ഇപ്പോഴും പറഞ്ഞു നിസ്സാര വിഷയമാണ്. ശരിയായോ? ഈ വിഷയം നിസ്സാര വിഷയമാണെങ്കിൽ പോലും ഒഫീഷ്യലി ഒരു പെൺകുട്ടി അല്ല സാർ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ചെറിയ പെൺകുട്ടി ജീവൻ പോയി. ഇനി വെറുതെ ഒരു പരാതി കൊടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു പരാതി എന്തിനൊരു പേരിൽ ഒരു കുട്ടി പരാതി കൊടുക്കുക. ഇതിപ്പോ പരാതി തന്നിട്ട് ഒരാഴ്ച സാറി എന്റെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ആന്റി റൈഫിലോ UGC ആന്റി റൈഫിലോ യൂണിവേഴ്സിറ്റി ആന്റി റൈഫിലോ സാർ പറയാനില്ല. 27-ാം തീയതി നമുക്ക് അച്ഛന്റെ കൊച്ചു കംപ്ലൈന്റ് അല്ല, അച്ഛന്റെ കംപ്ലൈന്റ് എനിക്ക് കിട്ടുന്ന മെയിലിലേക്ക് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച നമ്മളുടെ എൻക്വയറി കമ്മിറ്റി കൂട്ടി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു പേരന്റിന്റെ പരാതി മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ല പേരന്റിന് പരാതി കിട്ടുന്ന സമയത്ത് സാർ ഫസ്റ്റ് ഭയങ്കരമായിട്ട് ആശയം വിരുദ്ധതയുണ്ട്. ഞാനത് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കോളേജിലൊരു റാങ്കിങ് സെല്ലുണ്ട്, കോളേജിലൊരു SSTP എന്ന് പറഞ്ഞ സ്റ്റുഡൻറ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് സെല്ലുണ്ട്, മെന്റർമെന്റ് ഉണ്ട്. ഈ 3 ആൾക്കാരും അവരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടുകൾ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന സെല്ലിൽ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗൗരവരീതമല്ല പറഞ്ഞിരിക്കുന്നത്, ഗൗരവമായിട്ട് തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഗൗരവമില്ലെന്നല്ല പറഞ്ഞത്. അതിന്റെ കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ കോഴ്സ് തീരുന്ന പിള്ളേരായതുകൊണ്ടായിരിക്കാം അവര് 1 മാസം കൂടെ തീർത്തു പോകാനുള്ള ഒരു നടപടിയിലേക്കാണ് മുന്നോട്ട് പോയത്. അപ്പം നമ്മൾ തന്നെ കൊടുക്കുന്നു, മീറ്റ് ചെയ്യുന്നു, അവരുടെ റിപ്പോർട്ട് മേടിക്കുന്നു. ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ 1 മാസമേ ഉള്ളൂ. അതുകൊണ്ട് റിപ്പോർട്ട് അവർ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ ബില്ലിംഗ് ആണെന്ന് പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ വീട്ടുകാർ പറയാനല്ലോ. ഈ കഴിഞ്ഞ ദിവസം മറ്റേ സഹോദരൻ പറഞ്ഞ അങ്ങനെയല്ലോ. സഹോദരൻ പറഞ്ഞ നിങ്ങൾ ഒരു നടപടി സ്വീകരിച്ചില്ല, നിങ്ങൾ കാരണമാണ് ആ കൊച്ചു വരച്ചെന്നാണ്. അങ്ങനെ നടപടി സ്വീകരിക്കാതിരുന്നില്ല. നമ്മൾ കുട്ടി മരിച്ചത് എല്ലാ കാര്യങ്ങളും തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കുട്ടി
ആ കുട്ടി മരിക്കണമെന്നുള്ള കാര്യം ഉത്തരവ് നിങ്ങൾ മാത്രമാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. ഒരു തർക്കമില്ല. സാറ് ദുഃഖം ആരോട് പറഞ്ഞത്? ഇത് ആർക്കും ദുഃഖമില്ല, അതിന്റെ കാര്യം ആർക്കും ദുഃഖമില്ലാത്ത എന്റെ പെങ്ങളാണ് പ്രായമുള്ള കുട്ടിക്ക്. ഇത് എന്നിട്ട് സാറ് വളരെ നിസ്സംഗ ഭാവത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ സമയത്ത് സാർ ആ ടീച്ചറോട് എക്സ്പ്രഷൻ ചോദിച്ചു? ഇല്ലല്ലോ. രേഖാമൂലം സാർ എക്സ്പ്രഷൻ ടീച്ചറോട് ചോദിച്ചു, ഇത്ര പൈസ അലിഗേഷൻ ഉണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട് നിങ്ങൾ ചോദിച്ചോ? സാറ് ഒരു മാസം, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു മാസമായി ഇത് വിഷയം നടന്നിട്ട്, ഒരു മാസമായി നടന്ന മെഡിക്കൽ ക്യാമ്പ് പ്രിൻസിപ്പൽ